ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 24-ാം വാക്യം. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. പീഡിതരുടെ കഷ്ടതയെ അവൻ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. പിതാവ് തൻ്റെ നിഷ്ക്രിയത്വം മൂലം തൻ്റെ പുത്രൻ്റെ കഷ്ടതയെ അവഗണിക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ അവൻ്റെ ഓരോ വേദനയും അടയാളപ്പെടുത്തി ഓരോ കഷ്ടപ്പാടിനും സഹതപിച്ചു. അതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഭൂമി കീഴിലുള്ളതുമായ എല്ലാവരുടെയും കാൽമുട്ടുകൾ മടങ്ങുകയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് യേശുക്രിസ്തു കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്തു. അവൻ തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചില്ല. എന്നാൽ അവൻ അവനോട് നിലവിളിച്ചപ്പോൾ അവൻ കേട്ടു, എല്ലാ നിലവിളികൾക്കും ഉത്തരം നൽകി. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ അവനോട് നമുക്ക് നിലവിളിക്കാം. അവൻ നമുക്ക് ഉത്തരം നൽകി നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേട്ട് ഉത്തരം അരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.